ഹലോ മൈ ഡിയേഴ്സ്, എല്ലാവർക്കും ദക്ഷയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മളുടെ റീഡിംഗ് കറൻ്റ്ലി നോ കോൺടാക്റ്റ് അല്ലെങ്കിൽ സെപ്പറേഷൻ ഫേസിലൂടെ പോകുന്ന വ്യക്തികൾക്ക് വേണ്ടിയിട്ടാണ്. ഈ ഒരു സമയത്ത് നിങ്ങളുടെ വ്യക്തി എന്താണ് മനസ്സുകൊണ്ട് പറയാൻ ആഗ്രഹിക്കുന്നത്, അവരുടെ ഒരു മൈൻഡ് വോയിസ് എന്താണെന്നുള്ളത് നമുക്കൊന്ന് അറിയാൻ ശ്രമിക്കാം. അപ്പോൾ ഇത് തീർത്തും ഒരു ജനറൽ റീഡിംഗ് ആണ്, അതുപോലെ തന്നെ ടൈംലെസ് ആണ്, ജെൻഡർലെസ് ആണ്. സോ നിങ്ങൾ ഈ വീഡിയോ കാണുന്നത് എപ്പോഴാണോ അപ്പം മുതൽ നിങ്ങൾക്കിത് വാലിഡായി തുടങ്ങുന്നതായിരിക്കും. അതുപോലെ തന്നെ ഇവിടെ വരുന്ന എനർജീസ്, സിറ്റുവേഷൻസ്, ക്ലൂസ് ഇതെല്ലാം നിങ്ങളുമായിട്ട് റെസനേറ്റ് ചെയ്യുന്നതാണെന്നുണ്ടെങ്കിൽ ഇതൊരു ഗൈഡൻസായി എടുക്കുക, അല്ലാന്നുണ്ടെങ്കിൽ ഫോഴ്സ്ഫുള്ളി റെസനേറ്റ് ചെയ്യിപ്പിക്കാതെ വിട്ട് കളഞ്ഞേക്കുക. അപ്പോൾ നമുക്ക് റീഡിങ്ങിലേക്ക് പോകാം. ഈ ഒരു ടൈമിൽ നിങ്ങളുടെ വ്യക്തിയെക്കുറിച്ച് വളരെ പോസിറ്റീവായി ആലോചിച്ചുകൊണ്ട് തന്നെ റീഡിങ്ങുമായിട്ട് കണക്റ്റ് ആവാൻ ശ്രമിക്കുക. നമ്മൾ ആദ്യമേ ജസ്റ്റ് ഒരു ഓവറോൾ എനർജിയാണ് എടുക്കുന്നത്, നിങ്ങളുടെ ഒരു ഓവറോൾ എനർജിയാണ് എടുക്കാൻ പോകുന്നത്. ഈ ഒരു നോ കോണ്ടാക്റ്റ് അല്ലെങ്കിൽ സെപ്പറേഷൻ ഫേസിൽ നിങ്ങളെങ്ങനെയാണ് പ്രതികരിക്കുന്നത്, അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു മൈൻഡ് സെറ്റ് എങ്ങനെയാണെന്നുള്ളത് ആദ്യമേ ജസ്റ്റ് നോക്കാം. ഓക്കെ, നമുക്കിവിടെ കിട്ടിയിരിക്കുന്നത് സ്റ്റാർ എനർജിയാണ്. ഇതൊരു നോ കോണ്ടാക്റ്റ് പീരീഡൊക്കെ ആണെന്നുണ്ടെങ്കിൽ പോലും നിങ്ങളുടെ എനർജി വളരെ പോസിറ്റീവായിട്ട് നിൽക്കുന്നു എന്ന് കാണുന്നത് വളരെ സന്തോഷകരമായിട്ടുള്ളൊരു കാര്യമാണ്. കാരണം ഇവിടെ നിങ്ങൾ സ്വയം ഒന്ന് ഹീൽ ചെയ്യാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. മനസ്സിനകത്ത് ഒരുപാട് ടെൻഷനോ ഭാരങ്ങളോ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതെല്ലാം പതിയെ ഹീലായിട്ട് വരാൻ, നിങ്ങൾക്ക് തന്നെ ഒരു സ്വസ്ഥമായിട്ടുള്ള മാനസികാവസ്ഥ ഉണ്ടാവാനായിട്ട് ശ്രമിക്കുന്നതായി നമുക്ക് കാണാം. മാത്രമല്ല, ഈ ഒരു റിലേഷൻഷിപ്പിനകത്താണെന്നുണ്ടെങ്കിലും നിങ്ങളുടെ മനസ്സിനകത്ത് ഒരു പ്രതീക്ഷയുണ്ട്, ആ ഒരു റീകൺസിലേഷൻ ഉണ്ടാവും, അല്ലെങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിലുള്ളൊരു മാറ്റം വരും എന്നുള്ള ആ ഒരു പ്രതീക്ഷയിൽ പോകുന്നവരുടെ എനർജിയാണ് നമുക്കിവിടെ കാണാനായിട്ട് കഴിയുന്നത്. തീർച്ചയായിട്ടും നിങ്ങൾ യൂണിവേഴ്സിനെ ട്രസ്റ്റ് ചെയ്യുന്നുണ്ട്. നിങ്ങൾ പ്രത്യേകിച്ച് ഒന്നും കൺട്രോൾ ചെയ്യാനായിട്ട് ശ്രമിക്കുന്നില്ല എന്നുള്ളത് വളരെ പോസിറ്റീവായിട്ടുള്ളൊരു കാര്യമാണ്. ഒന്നും നിയന്ത്രണത്തിൽ വെക്കാനോ അല്ലെങ്കിൽ ബലം പിടിക്കാനോ, ഞാൻ വിചാരിക്കുമ്പോൾ തന്നെ കാര്യങ്ങൾ മാറി മറിയണമെന്നോ അങ്ങനെയുള്ള ഒരു നിർബന്ധ ബുദ്ധിയുമുള്ള വ്യക്തികളുടെ എനർജിയല്ല. വളരെ ഫ്രീ ആയിട്ട് നിങ്ങൾ കാര്യങ്ങൾ നോക്കി കാണുന്നുണ്ട്. ലെറ്റ്സ് യൂണിവേഴ്സ് ഡിസൈഡ് എന്നുള്ള രീതിയിലും പോയിക്കൊണ്ടിരിക്കുന്നൊരവസ്ഥയാണ്. മറ്റൊരു തരത്തിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ യൂണിവേഴ്സിനെ നിങ്ങൾ ട്രസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്കുള്ളത് എന്നിലേക്ക് തന്നെ മടങ്ങി വന്നോളും എന്നുള്ള ഒരു പ്രത്യാശയിൽ പോവാണ്. യാതൊരുവിധ നമ്മൾ പറഞ്ഞതുപോലെ നിർബന്ധ ബുദ്ധിയോ കൺട്രോളിങ്ങോ ഒന്നും ഇല്ലാത്ത ഒരവസ്ഥയാണ്. നിങ്ങളുടെ കാര്യം ശ്രദ്ധിക്കാനും നിങ്ങൾ സമയം കണ്ടെത്തുന്നുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾക്കൊരു മാനസികാവസ്ഥ ഹീലിംഗ് ഉണ്ടാവാനും സമയം കണ്ടെത്തുന്ന ഒരു എനർജിയാണ് നമുക്കിവിടെ നിങ്ങളുടേതായിട്ട്, അല്ലെങ്കിൽ നിങ്ങളുടെ ഇപ്പോഴത്തെ ഒരു അവസ്ഥയായിട്ട് കാണാൻ കഴിയുന്നത്. അല്ലെങ്കിൽ അങ്ങനെയുള്ള വ്യക്തികളുടെ എനർജിയാണ് നമുക്കിവിടെ വന്നിട്ടുള്ളത്. ഇനി നമുക്ക് നിങ്ങളുടെ വ്യക്തിക്ക് എന്താണ് മനസ്സ് തുറന്ന് പറയാനുള്ളത്, അല്ലെങ്കിൽ എന്താണ് അവർ പറയാൻ ആഗ്രഹിക്കുന്നതെന്ന് നോക്കാം. The World, Page of Wands, Ace of Cups, Four of Wands, King of Wands, Ten of Wands, King of Swords, Queen of Swords, Star, Knight of Cups, Four of Swords, Justice, Five of Coins, Knight of Swords, Hanged Man, the Emperor, and Five of Swords. നമ്മൾ ഈ ഒരു സ്പ്രെഡിലേക്ക് വരുമ്പോൾ വളരെ മെച്ചുറായിട്ട് കാര്യങ്ങൾ ഹാൻഡിൽ ചെയ്യുന്ന ഒരു പേഴ്സൻ്റെ എനർജിയാണ് കാണാനായിട്ട് കഴിയുന്നത്. അതായത് മാനസികമായിട്ട് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് അപ്സ് ആൻഡ് ഡൗൺസ് ഉണ്ടാകുന്നുണ്ട്. ചിലപ്പോൾ ബാലിശമായിട്ട് ഈ ഒരു പേഴ്സൺ ചിന്തിക്കുന്നുണ്ട്, ഒരുപാട് ഒരു ഡ്രീം എനർജിയിലേക്ക് പോകുന്നുണ്ട്. എങ്കിലും ഒരു പ്രാക്ടിക്കൽ മൈൻഡ് സെറ്റിലേക്ക് വരാനായിട്ട് ഈ വ്യക്തിക്ക് കഴിയുന്നുണ്ടെന്നുള്ളതാണ്.
ഇപ്പോൾ ചിലരെ സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ മനസ്സെന്ത് പറയുന്നു അതുപോലെ പ്രവർത്തിക്കുന്ന ആൾക്കാരുണ്ട്. അവരുടെ ഇപ്പോൾ ഏജ് വൈസ് എത്ര ഏജുള്ള വ്യക്തിയാണെന്നുണ്ടെങ്കിലും വളരെ ചടുലമായിട്ട് കാര്യങ്ങൾ ചെയ്യുക, മുൻപിൻ ആലോചിക്കാതെ ചെയ്യുക, അങ്ങനെ ചെയ്യുന്നവരുണ്ട്. ചിലവരങ്ങനെയല്ല. ഒരുപാട് ആഗ്രഹങ്ങളുണ്ടെന്നുണ്ടെങ്കിലും അത് ഉള്ളിലൊതുക്കി നിൽക്കുന്ന വ്യക്തികളുണ്ടാവാം. അല്ലെങ്കിൽ സമയമാവട്ടെ എന്ന് പറഞ്ഞ് നിൽക്കുന്ന വ്യക്തികളുണ്ടാവാം. എന്ന് പറഞ്ഞതുപോലെ ഇവിടെ ഇവരുടെ ഒരു പ്രാക്ടിക്കൽ അല്ലെങ്കിൽ ഒരു ലോജിക്കൽ മൈൻഡ് സെറ്റ് നമുക്ക് തീർച്ചയായിട്ടും കാണാം. അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ പോലും നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ മനസ്സിനകത്ത് അവർ ഒരുപാട് ചൈൽഡിഷ് ആയിട്ട് അല്ലെങ്കിൽ വളരെ ഇന്നസെൻ്റ് ആയിട്ടുള്ള രീതിയിലൊക്കെ ചിന്തിക്കുന്ന എനർജീസ് ഉണ്ട്. പക്ഷെ അത് അവർ മനഃപൂർവ്വമായിട്ട് കൺട്രോൾ ചെയ്തിരിക്കുന്ന ഒരവസ്ഥയായിട്ടാണ് നമുക്ക് കാണാനായിട്ട് കഴിയുന്നത്. ഇവിടെ നമുക്ക് ഫസ്റ്റ് എനർജി തന്നെ ആ ഒരു വേൾഡ് എനർജിയാണ്. അതുപോലെ തന്നെ നമുക്കിവിടെ ഒരു പാഷനേറ്റ് ആയിട്ടുള്ള എനർജീസ് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു ഫ്ലോയിങ് ഓഫ് ലവ് എനർജി, നിങ്ങളോടുള്ള ആ ഒരു ഇമോഷൻസ്, അല്ലെങ്കിൽ നിങ്ങൾ ഒരുമിച്ചുള്ള ആ ഒരു റീയൂണിയൻ, ഈ ഒരു അകൽച്ച മാറി മാറി കുറച്ചുകൂടി ഒരു കമ്മിറ്റ്മെൻറ്റിലേക്ക് വരുന്ന ഒരവസ്ഥ, ഇതെല്ലാം ഈ വ്യക്തിയുടെ മനസ്സിനകത്തുള്ളതായിട്ട് തന്നെ നമുക്ക് കാണാം. അല്ലാന്നുണ്ടെങ്കിൽ അതെല്ലാം അവർ ആഗ്രഹിക്കുന്നുണ്ട്. ഒരു നോ കോൺടാക്റ്റ് പീരീഡ് ആണെന്നുണ്ടെങ്കിൽ പോലും തീർച്ചയായിട്ടും ഈ വ്യക്തി നിങ്ങളെ ആഗ്രഹിക്കുന്നുണ്ട്. അല്ലെങ്കിൽ നിങ്ങളോട് ഭയങ്കരമായിട്ടുള്ള ഒരു സ്പാർക്ക് ഉള്ളൊരു പേഴ്സണാണ്. റീകൺസിലിയേഷൻ ആഗ്രഹിക്കുന്നത്. ജസ്റ്റ് ഒരു റീകൺസിലിയേഷൻ എന്ന് പറയുന്നതിനേക്കാൾ ഉപരിയായിട്ട് വീണ്ടും ഒരു കമ്മിറ്റ്മെൻറ്റിലേക്ക് വരാനായിട്ട് അവർ ആഗ്രഹിക്കുന്ന ഒരു എനർജീസൊക്കെ നമുക്കവിടെ തീർച്ചയായിട്ടും കാണാം എന്നുള്ളതാണ്. ഇവിടെയാണെന്നുണ്ടെങ്കിലും അതെ, ആ ഒരു ആക്ഷൻ ഓറിയൻറ്റഡ് എനർജിയൊക്കെ തന്നെയാണ്. പക്ഷേ നമുക്ക് വെരി നെക്സ്റ്റ് എനർജി എന്ന് പറയുന്നത് ഈ പറഞ്ഞതുപോലെ ഈ വ്യക്തി അനുഭവിക്കുന്ന ആ ഒരു ടെൻഷൻ, പ്രഷർ, അല്ലെങ്കിൽ അവരുടെ ലൈഫിൽ ഇപ്പോൾ അവർ നേരിട്ടുകൊണ്ടിരിക്കുന്ന ആ ഒരു ഉത്തരവാദിത്വം കാര്യങ്ങളുമാണ് നമുക്കവിടെ കാണാനായിട്ട് കഴിയുന്നത്. ഒരു ഹെവി ബേർഡൻ പേറിക്കൊണ്ട് നടക്കുന്ന ഒരു പേഴ്സണാണ്. ഒരുപക്ഷെ നിങ്ങളുടെ റിലേഷൻഷിപ്പുമായിട്ട് മുന്നോട്ട് പോവുകയാണെന്നുണ്ടെങ്കിലും ഈ വ്യക്തിയുടെ ലൈഫിൽ അവർക്ക് ഒരുപാട് കാര്യങ്ങൾ ചിലപ്പോൾ ഹാൻഡിൽ ചെയ്യാൻ കഴിയാത്ത രീതിയിൽ വന്നേക്കാം. അപ്പോൾ ആ ഒരു ചിന്താഗതിയാണ് അവിടെ തടയിട്ട് നിൽക്കുന്നത്. അല്ലാന്നുണ്ടെങ്കിൽ ഈ പറയുന്ന ഒരു നോ കോൺടാക്റ്റിന് പോലും കാരണം എന്ന് പറയുന്നത് ചിലപ്പോൾ ഈ അവരുടെ ഈ ഒരു അവസ്ഥയായിരിക്കും. അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് ആ ഒരു റോയിൽ പോലും നന്നായിട്ട് കാണാൻ കഴിയുന്ന ഒരു സംഗതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ നിങ്ങളെ ഓർക്കുന്നുണ്ട്. അവരുടെ മനസ്സിൽ ഈ ഒരു റിലേഷൻഷിപ്പിനെ കുറിച്ചുള്ളൊരു കാഴ്ചപ്പാടുണ്ട്. ഇപ്പോഴത്തെ അവസ്ഥയിൽ നിന്നുള്ളൊരു മാറ്റം അവർ ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷേ അവരുടെ ഈ റെസ്പോൺസിബിലിറ്റി, അല്ലെങ്കിൽ അവരുടെ ആ ഒരു ഒരു പക്ഷേ അവരുടെ ഒരു മൈൻഡ് സെറ്റും കൂടി ആയിരിക്കാം അത്. അപ്പോൾ ആ ഒരു അവസ്ഥ അവരെ അതിൽ നിന്ന് പിന്നിലേക്ക് വലിക്കുന്ന ഒരു എനർജി നമുക്ക് തീർച്ചയായിട്ടും കാണാം. അപ്പം ഇങ്ങനെയുള്ള ചിന്താഗതികളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിലും അവർ വളരെ സ്ട്രോങ് ആയിട്ട് ലോജിക് വൈസ് ആയിട്ട് ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന ആ ഒരവസ്ഥയാണ്. നിങ്ങൾ തമ്മിലിപ്പോൾ തീർച്ചയായിട്ടും ആ ഒരു ബാരിയർ വന്നു കഴിഞ്ഞു. അല്ലാന്നുണ്ടെങ്കിൽ ആ ഒരു ബാരിയർ എന്ന് പറയുമ്പോഴത്തേക്കും നിങ്ങൾ തമ്മിലുള്ള ആ ഒരു ഡിസ്റ്റൻസ് ആണത് സൂചിപ്പിക്കുന്നത്. അപ്പോൾ അത് ബ്രേക്ക് ചെയ്യണം എന്നുള്ളൊരു ആഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിൽ പോലും ചില കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ അവരത് തടഞ്ഞു നിർത്തുകയാണ്. അല്ലെങ്കിൽ ആ ഒരു ബലം പിടുത്തം എന്ന് നമ്മൾ പറയുന്ന പോലെയുള്ള കാര്യത്തിന് ഒരു മാറ്റം വരുന്നില്ല. ആ ഒരു സ്ട്രെങ്ത്തിൽ തന്നെ അവർ പോയിക്കൊണ്ടിരിക്കുകയാണെന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ നേരത്തെ നിങ്ങളുടെ ഒരു ഓവറോൾ എനർജി എടുത്തപ്പോൾ നമുക്കവിടെ ഒരു സ്റ്റാർ എനർജി കിട്ടിയതാണ്. നിങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട്, ഹീലാവാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ടെന്നുള്ളത്. അപ്പോൾ ഇവിടെയും നമുക്ക് ആ ഒരു സെയിം എനർജി ഇവരുടെ ഭാഗത്തു നിന്നും കാണാം. ഇവരും മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട്, ഒരുപാട് കാര്യങ്ങൾ എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ട്, ഒരു ഹോപ്പ് ഇവരുടെ മനസ്സിനകത്തുമുണ്ട്. മാത്രമല്ല ഈ ഒരു പേഴ്സണ് വേണ്ടതും ഒരു ഹീലിംഗ് എനർജി ആയിട്ട് തന്നെ കാണാം. അപ്പോൾ ഒരുപക്ഷെ അത്രയധികം ഒരു സംഭവങ്ങൾ ഇതിനിടയിൽ ഉണ്ടായിട്ട്, അല്ലെങ്കിൽ ഒരു സ്ട്രോങ് തേർഡ് പാർട്ടി സിറ്റുവേഷനൊക്കെ ഉണ്ടായിട്ട് സെപ്പറേഷൻ ഫേസിൽ വന്നവരായിരിക്കാം. അപ്പോൾ അതും കൂടി കൊണ്ടാണ് അവർ ഉള്ള വിഷമങ്ങൾ, ബുദ്ധിമുട്ടുകൾ, അല്ലെങ്കിൽ പാസ്റ്റിൽ ഉണ്ടായിട്ടുള്ള ഹേർട്ട് ആയിക്കോട്ടെ, എല്ലാം ഒന്ന് ഹീലാവാനായിട്ട് ആഗ്രഹിക്കുന്നത്. എന്നാൽ അതോടൊപ്പം തന്നെ നമ്മൾ പറഞ്ഞതുപോലെ ആ ഒരു സ്ട്രോങ് റീകൺസിലിയേഷൻ ആഗ്രഹിക്കുന്നുണ്ട്. അല്ലെങ്കിൽ എവിടെയൊക്കെയോ അവരുടെ മനസ്സിലും ആ ഒരു പ്രതീക്ഷയുണ്ടെന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ നമുക്ക് കാണാം ആ ഒരു നൈറ്റ് ഓഫ് കപ്സ് എനർജിയാണ്. നിങ്ങൾക്ക് ആ ഒരു കപ്പ് ഓഫ് ലവ് ഓഫർ ചെയ്യാനായിട്ട്, അല്ലെങ്കിൽ നിങ്ങളിലേക്ക് വരാനായിട്ട് അവർ ആഗ്രഹിക്കുന്ന ഒരു എനർജിയാണ്. എന്നാൽ അവിടെ നമുക്ക് ഒരു ജാള്യതയുണ്ട് ഈ ഒരു പേഴ്സൺ എന്ന് വേണമെന്നുണ്ടെങ്കിൽ പറയാം. ഭയങ്കരമായിട്ട് നിങ്ങളിലേക്ക് ഓടിക്കതച്ച് വരുന്നതിന് പകരമായിട്ട് ഒന്ന് ആലോചിച്ച്, അല്ലെങ്കിൽ ഒരു സ്റ്റെപ്സ് എടുത്ത് വരുന്ന ഒരു എനർജി ആയിട്ട് തന്നെയാണ് കാണുന്നത്. ഒരു പക്ഷേ നിങ്ങൾ തമ്മിലുള്ള ആ ഒരു സെപ്പറേഷൻ ഫേസ് വരുമ്പോൾ ഇവർ ആ ഒരു രീതിയിലായിരിക്കാം മാറിപ്പോയിട്ടുള്ളത്. അല്ലെങ്കിൽ ചിലപ്പോൾ നിങ്ങളെ ഫേസ് ചെയ്യാനായിട്ട് ഈ ഒരു പേഴ്സണ് ബുദ്ധിമുട്ടുണ്ടാവാം. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ പോലും അവർ ആ ഒരു മനസ്സ് നിങ്ങളെ അറിയിക്കാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. അല്ലെങ്കിൽ അവരുടെ ഒരു സ്നേഹം നിങ്ങൾക്ക് തരണം എന്നുള്ളൊരു ഇൻറ്റൻഷൻ തീർച്ചയായിട്ടും ഈ ഒരു പേഴ്സൻ്റെ മനസ്സിനകത്തുണ്ട്. പക്ഷേ നമ്മൾ നേരത്തെ കണ്ടതുപോലെയുള്ള ആ ഒരു നിസ്സഹായാവസ്ഥ, അല്ലെങ്കിൽ കുറച്ചൊരു സമയം വേണം എന്നാണ് ഈ വ്യക്തി പറയുന്നത്. അവർക്ക് കുറച്ചൊരു ടൈം കൊടുക്കണം. അത് ചില കാര്യങ്ങൾ ഹീൽ ചെയ്യാനാണെന്നുണ്ടെങ്കിലും നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ വളരെ ലോജിക്കായിട്ടുള്ള ഒരു തീരുമാനം എടുക്കാനാണ്, അല്ലെങ്കിൽ വളരെ ഫെയർ ആയിട്ടുള്ള ഒരു ഡിസിഷൻ എടുക്കാൻ അവർ ആഗ്രഹിക്കുന്നുണ്ട്. അതിന് അവർക്ക് കുറച്ച് സമയം വേണം എന്നാണ് ഈ പേഴ്സൺ പറയുന്നത്.
നിങ്ങളുമായിട്ടൊരു നോ കോൺടാക്റ്റ് അല്ലെങ്കിൽ സെപ്പറേഷൻ ഫേസിലുള്ളൊരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ പോലും അവർ നിങ്ങളെ മറന്നുപോയി അല്ലെങ്കിൽ അവരുടെ മാത്രം കാര്യങ്ങളായിട്ട് മുന്നോട്ട് പോകുന്നു എന്ന് പറയാൻ സാധിക്കില്ല. തീർച്ചയായിട്ടും നിങ്ങളുടെ ചിന്തകൾ അവർക്ക് ഒരുപാട് ഉണ്ടാവുന്നുണ്ട്, മിസ് ചെയ്യുന്നുണ്ട്, നിരന്തരമായിട്ട് നിങ്ങളെ ആലോചിക്കുന്നുണ്ട്. ഒരു സ്ട്രോങ് കമ്മിറ്റ്മെൻറ്റ് അങ്ങനെയുള്ള കാര്യങ്ങൾ പോലും ഈ വ്യക്തിയുടെ മനസ്സിനകത്തുള്ളതായിട്ട് തന്നെ നമുക്ക് കാണാം. പക്ഷേ അവരുടെ മറ്റൊരു വേർഷൻ കൂടി അവർ നിങ്ങളോട് പറയാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. നമ്മളിവിടെ പറഞ്ഞതുപോലെ അവർക്ക് കുറച്ചൊരു സമയം വേണം എന്നുള്ള ഒരു ചിന്താഗതിയാണ്. അല്ലെങ്കിൽ ഇനി ഇതിനകത്തൊരു തീരുമാനം എടുത്ത് വരുമ്പോൾ അത് കംപ്ലീറ്റ്ലി ഒരു 100% ഹോണസ്റ്റ് ആയിട്ട് അല്ലെങ്കിൽ ആ ഒരു രീതിയിൽ വരാനാണ് അവർ ആഗ്രഹിക്കുന്നത് എന്നുള്ളതാണ്. ഒരുപക്ഷേ അങ്ങനെയുള്ളൊരു ഹോണസ്റ്റി കാര്യങ്ങളൊക്കെ നിങ്ങളുടെ റിലേഷൻഷിപ്പിനകത്ത് നേരത്തെ കോട്ടം തട്ടിയിട്ടുണ്ടാവാം. അല്ലെങ്കിൽ അതുപോലെയുള്ള റീസൺസ് കൊണ്ടായിരിക്കാം നിങ്ങളിപ്പോൾ ഈ ഒരു സെപ്പറേഷൻ ഫേസ് വരെ എത്തി നിൽക്കുന്നത്. അപ്പോൾ ഇനി ഒരിക്കലും ആ ഒരു നമ്മൾ പഴയ പല്ലവി പാടുക എന്ന് പറയുന്ന പോലെ അങ്ങനെയുള്ള കാര്യങ്ങൾ വേണ്ട. അപ്പോൾ തികച്ചും ഒരു ഉചിതമായിട്ടുള്ളൊരു തീരുമാനം എടുക്കാനാണ് ആ പേഴ്സൺ ആഗ്രഹിക്കുന്നത്. അല്ലെന്നുണ്ടെങ്കിൽ അതിനാണ് അവർക്ക് ഒരു സമയം വേണ്ടത്. അവർക്ക് സ്വയമേ ഒന്ന് ഹീൽ ചെയ്യാനാണെന്നുണ്ടെങ്കിലും അല്ലെങ്കിൽ അവരുടെ പ്രാരാബ്ധങ്ങൾ ഇറക്കി വയ്ക്കാനാണെന്നുണ്ടെങ്കിലും നമ്മൾ ഈ പറഞ്ഞതുപോലെ നല്ലൊരു തീരുമാനത്തിൽ എത്താനാണെന്നുണ്ടെങ്കിൽ അവർക്കൊരു സമയം വേണം. അല്ലെങ്കിൽ അവർക്ക് കുറച്ചൊരു സമയം കൊടുക്കണം എന്നുള്ള ഒരു എനർജി നമുക്കിവിടെ കാണാം. അല്ലെങ്കിൽ അവരത് ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങളോട് പറയാനാണെന്നുണ്ടെങ്കിൽ അത് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ്. പക്ഷേ ചിലരെ സംബന്ധിച്ച് ഈ പറഞ്ഞതുപോലെ അത് തുറന്ന് പറയാൻ പോലുള്ള ധൈര്യം അവർക്ക് ഉണ്ടാവണമെന്നില്ല. ആ ഒരു സ്റ്റേജിലാണ് നിങ്ങൾ തമ്മിൽ റിലേഷൻഷിപ്പിൽ ഒരു ബ്രേക്ക് വന്നിട്ടുള്ളതെങ്കിൽ. അതുപോലെ തന്നെ നമുക്കിവിടെ കാണാം ആ ഒരു വ്യക്തി വളരെയധികം ഒരു ഒറ്റപ്പെട്ട ഒരു മൈൻഡ് സെറ്റിലാണ്. കാരണം നിങ്ങളില്ലാന്നുണ്ടെങ്കിൽ അവർ വളരെ ഹാപ്പി ആയിട്ടിരിക്കുന്നു എന്നുള്ളതല്ല. അവർ ആ ഒരു ഒറ്റപ്പെടൽ അനുഭവിക്കുന്നുണ്ട്. അല്ലെങ്കിൽ ആ ഒരു മൂകതയിലൂടെ കടന്നു പോകുന്ന ഒരു പേഴ്സൻ്റെ എനർജിയാണ്. അപ്പോൾ വല്ലാത്ത തരത്തിലുള്ള ഒരു ഒറ്റപ്പെടൽ ഈ ഒരു പേഴ്സൺ അനുഭവിക്കുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങളെ പെട്ടെന്ന് കോൺടാക്റ്റ് ചെയ്യാൻ അല്ലെങ്കിൽ സഡൻ കമ്മ്യൂണിക്കേഷൻ ഉണ്ടാവാനായിട്ടൊക്കെ അവർ ആഗ്രഹിക്കാറുണ്ട്. അല്ലെങ്കിൽ അത്രയും വേഗം ഓടി നിങ്ങളിലേക്ക് വരാനായിട്ട്. നമ്മൾ നേരത്തെ പറഞ്ഞ പല കാര്യങ്ങൾ കൊണ്ടും അവരുടെ ഇമോഷൻസ് കൺട്രോൾ ചെയ്തിരിക്കുകയാണ്. അല്ലെങ്കിൽ ലോജിക്കായിട്ട് ചിന്തിച്ച് മാറിയിരിക്കുന്ന ഒരവസ്ഥയാണെന്ന് പറഞ്ഞതുപോലെ തന്നെ അവരൊറ്റപ്പെട്ടിരിക്കുന്ന ഒരവസ്ഥ അല്ലെങ്കിൽ തീർത്തും ഒരു ലോൺലിനെസ് തോന്നുന്ന ഒരവസ്ഥയിൽ നിങ്ങളോട് സംസാരിക്കണം അല്ലെങ്കിൽ നിങ്ങളെ മിസ് ചെയ്യുന്ന ഒരവസ്ഥയിൽ സംസാരിക്കണം എന്ന് വിചാരിച്ച് പെട്ടെന്ന് വരാനായിട്ട് പോലും അവർ ചിന്തിക്കുന്ന ഒരു എനർജി നമുക്കിവിടെ കാണാം. പക്ഷേ അവർ പിന്നീടും ഇവിടെ നമുക്ക് ആ ഒരു സ്റ്റക്നെസ് ആണ് വന്നിട്ടുള്ളത്. ഈ ഒരു സ്റ്റക്നെസ് എന്ന് പറയുന്നത് ചിലരെ സംബന്ധിച്ച് അവരുടെ ഒരു സാക്രിഫൈസും കൂടി ആയിരിക്കാം. അപ്പോൾ മറ്റൊരു തരത്തിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് ഇമോഷൻസ് അല്ലെങ്കിൽ ഒരുപാട് പ്ലാനിങ് കാര്യങ്ങളൊക്കെ അവരുടെ മനസ്സിനകത്ത് തോന്നുന്നുണ്ട്. പക്ഷെ അതെല്ലാം വളരെ സ്ട്രോങ് ആൻഡ് ബോൾഡായിട്ട് കടിച്ചു പിടിച്ച് നിൽക്കുന്ന ഒരു പേഴ്സൻ്റെ എനർജിയാണ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത് തന്നെ. അതായത് ഈ ഒരു പേഴ്സണെ പുറമെ കാണുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് എന്തോ ഒരു കുഴപ്പം, അവർ വളരെ സ്ട്രോങ് ആണ് അല്ലെങ്കിൽ അവർ വളരെ ഇഗോയിസ്റ്റിക് ആണ് എന്നൊക്കെ തോന്നുന്ന തരത്തിലുള്ള ഒരു എനർജിയാണ്. പക്ഷെ അങ്ങനെയല്ല, ഉള്ളിൽ ഈ ഒരു പേഴ്സൺ അവരുടെ ആ ഒരു ഇമോഷൻസ് കൺട്രോൾ ചെയ്ത് നിൽക്കുന്ന ഒരു അവസ്ഥയാണ്. അവർക്ക് കുറച്ചൊരു സമയം വേണം എന്നുള്ളതാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. ഈ ഒരു അവസരത്തിൽ അവർ അവരുടെ കാര്യത്തിലാണ് പ്രാധാന്യം കൊടുക്കുന്നത് അല്ലെങ്കിൽ അവരവരുടെ പ്രൊട്ടക്ഷൻ നോക്കുന്നു. ചിലപ്പോൾ നിങ്ങൾ ഏതെങ്കിലും തരത്തിൽ ചീറ്റ് ചെയ്തിട്ടുള്ള ഒരു പേഴ്സൺ ആയിരിക്കാം അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു അനുഭവത്തിൽ നിന്നായിരിക്കാം ഈ ഒരു മാറ്റം ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ അത് അവർ തിരിച്ചറിയുന്നുണ്ട് അല്ലെങ്കിൽ അതിനകത്ത് ആ ഒരു പേഴ്സൺ സ്വയമേ മനസ്സിലാക്കുന്നുണ്ട് അവരുടെ ഒരു റോൾ എന്താണ് അല്ലെങ്കിൽ അവരെന്താണ് ചെയ്തത്. ചിലപ്പോൾ ഒരു മൈൻഡ് ഗെയിമൊക്കെ കളിച്ചിട്ടുള്ള ഒരു പേഴ്സൺ ആയിരിക്കാം. അതെല്ലാം അവർ മനസ്സിലാക്കുന്നതായിട്ട് തന്നെ നമുക്കിവിടെ കാണാം. പക്ഷെ അവർക്ക് അവരാഗ്രഹിക്കുന്ന രീതിയിലാണെന്നുണ്ടെങ്കിലും അല്ലെങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിലാണെന്നുണ്ടെങ്കിലും ഇതിനകത്തൊരു മാറ്റം വരാനായിട്ട് കുറച്ച് സമയം വേണം എന്ന് ചിന്തിക്കുന്ന ഒരു പേഴ്സൻ്റെ എനർജിയാണ്. എന്നാൽ ഇങ്ങനെയുള്ളൊരു സിറ്റുവേഷൻ ആയതുകൊണ്ട് തന്നെ നിങ്ങളെ മറന്നു പോയിട്ടില്ല. നിങ്ങളുടെ ചിന്തകളാണ് നിരന്തരം അവരിലുള്ളതെന്നും അവർ പറയാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. ഇപ്പോൾ ഇവിടെ നിങ്ങളുമായിട്ട് കണക്റ്റിംഗ് ആവുന്ന നമ്പേഴ്സ് നമ്പർ 11, നമ്പർ 12, നമ്പർ 17 ആൻഡ് നമ്പർ 21. നമ്പർ 4 കൂടി ഉണ്ട് കേട്ടോ, അത് മിസ്സായെന്ന് തോന്നുന്നു. ഇനി അതുപോലെ പ്രൊമിനൻ്റ് ആയിട്ടുള്ള സോഡിയക് സൈൻസ് സ്പൈസീസ്, സ്കോർപിയോ, അക്വേറിയസ്, ലീബ്ര, ഏരീസ് ആൻഡ് ലിയോ. അപ്പോൾ നമുക്കിനി അവരുടെ മൈൻഡ് വേർഡ്സ് എന്താണെന്നുള്ളത് കൂടി നോക്കാം. കോൺവെർസേഷൻ, സീക്രറ്റ്സ്, അൺവർത്തി, സാബോട്ടാഷ്. നമുക്കൊരു കാർഡും കൂടി എടുക്കാം. സോൾ കോൺട്രാക്റ്റ്. ഇപ്പോൾ ഇവിടെ നമുക്ക് ഫസ്റ്റ് എനർജിയിൽ തന്നെ കാണാം കോൺവെർസേഷനാണ്.
തീർച്ചയായിട്ടും ഈ വ്യക്തി നിങ്ങളെ വിളിച്ച് സംസാരിക്കാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ടെന്നുള്ളതാണ് നമ്മൾ നേരത്തെ സ്പ്രെഡിൽ കണ്ട കാര്യമാണ്. അവർക്ക് പലപ്പോഴും ഒരു ഒറ്റപ്പെടൽ അല്ലെങ്കിൽ ഒരു മനോദുഃഖമൊക്കെ അവരനുഭവിക്കുന്ന സമയത്ത് നിങ്ങൾ അടുത്തുണ്ടായിരുന്നെങ്കിൽ നല്ലതായിരുന്നു, അല്ലെങ്കിൽ നിങ്ങളോടൊന്ന് സംസാരിച്ചാൽ കൊള്ളാമായിരുന്നു എന്നുള്ളൊരു ചിന്താഗതി അവർക്കുണ്ടെന്നുള്ളത്. അപ്പോൾ സെയിം ആ ഒരു കാര്യമാണ് നമുക്കിവിടെ കാണാനായിട്ട് കഴിയുന്നത്. അവർ നിങ്ങളോട് സംസാരിക്കാൻ അല്ലെങ്കിൽ നിങ്ങളുടെ ശബ്ദം കേൾക്കാനായിട്ട് ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ടെന്നുള്ളതാണ്. ഇനി അതുപോലെ തന്നെ സീക്രറ്റ്സ് ആണ്. ഐ ഹാവൻ ടോൾഡ് യു എവരിതിങ്. നിങ്ങളോട് അവരെല്ലാം പറഞ്ഞിട്ടില്ല, ഇനിയും പറയാത്ത ഒരുപാട് കാര്യങ്ങളുണ്ട്, ഒരുപാട് ഹിഡൻ ആയിട്ടുള്ള കാര്യങ്ങൾ അവരുടെ മനസ്സിനകത്തുണ്ട് എന്ന് അവർ നിങ്ങളോട് പറയുകയാണ്. ഇനി ഇതുപോലെ യു ആർ എ ബെറ്റർ പേഴ്സൺ ദാൻ ഐ ആം എന്ന് അവർ പറയുന്നുണ്ട്. അതായത് അവരെക്കാളും എന്തുകൊണ്ടും മികച്ചൊരു വ്യക്തിയാണ് നിങ്ങൾ, അല്ലെങ്കിൽ അങ്ങനെ വ്യക്തിത്വമുള്ള ഒരു പേഴ്സണാണ് നിങ്ങളെന്നുള്ളത് അവർ അംഗീകരിക്കുന്നു, അല്ലെങ്കിൽ നിങ്ങളോട് പറയാണ്. അത് ഒരു പക്ഷേ ചിലപ്പോൾ നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും കോൺഫ്ലിക്ട്സോ കാര്യങ്ങളോ ഒക്കെ നിങ്ങളുടെ ആ ഒരു നോ കോൺടാക്റ്റ് പീരീഡിന് മുൻപ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ നിങ്ങളെ താഴ്ത്തി സംസാരിക്കുകയോ അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളെ കുറ്റപ്പെടുത്തുകയോ ഒക്കെ ചെയ്തിട്ടുണ്ടാവാം. അപ്പോൾ കറൻ്റ്ലി അവർ പറയാണ് അങ്ങനെയല്ല, എന്താണെന്നുണ്ടെങ്കിലും അവരെക്കാൾ തികച്ചും നല്ലൊരു വ്യക്തിയാണ് നിങ്ങളെന്നുള്ളത്. അതുപോലെ തന്നെ നമുക്കിവിടെ ഒരു സാബോറ്റാഷ് എനർജി കാണാം. ഐ മെസ് അപ്പ് ദ ഗുഡ് തിങ്സ് ഇൻ മൈ ലൈഫ് സംടൈംസ്. ചിലപ്പോഴെങ്കിലും അവർ നല്ല കാര്യങ്ങൾ അവർ മൂലം നഷ്ടപ്പെടാറുണ്ട് അല്ലെങ്കിൽ കുളമാക്കാറുണ്ടെന്നൊക്കെ നമ്മൾ പറയുന്നത് പോലെയുള്ള ഒരു സംഗതിയാണ്. അപ്പോൾ ഒരുപക്ഷേ ഈ ഒരു സിറ്റുവേഷൻ ഇവർ തന്നെയായിരിക്കാം കാരണം. ഇവരുടെ ചില പ്രവർത്തികളായിരിക്കാം, അല്ലെങ്കിൽ വേണ്ട സമയത്ത് ചില പ്രവൃത്തി ചെയ്യാതിരുന്നതായിരിക്കാം, ആക്ഷൻ എടുക്കാതിരുന്നതായിരിക്കാം. അപ്പോൾ അവർക്ക് തന്നെ മനസ്സിലാവുന്നുണ്ട് അവരുടെ പ്രശ്നമാണ്, അല്ലെങ്കിൽ അവർ തന്നെയാണ് പലപ്പോഴും സന്തോഷം കെടുത്തിയിട്ടുള്ളത് എന്ന് തിരിച്ചറിയുന്ന ഒരു പേഴ്സൻ്റെ എനർജി കൂടിയാണ്. ആൻഡ് ലാസ്റ്റ് വൺ എന്ന് പറയുന്നത് സോൾ കോൺട്രാക്റ്റ് ആണ്. ദ ലെസൺസ് ഐ ലേൺ ഫ്രം മസ് വിൽ നെവർ ബി ഫോർഗട്ടൺ. അപ്പോൾ തീർച്ചയായിട്ടും ഒരുപക്ഷെ നിങ്ങൾ തമ്മിലുള്ള ആ ഒരു സോൾ കോൺട്രാക്റ്റുള്ള ഒരു റിലേഷൻഷിപ്പാണ്, അല്ലെങ്കിൽ വെറുതെ വന്നു പോയതല്ല എന്നുള്ളൊരു തോന്നൽ ഈ ഒരു വ്യക്തിയുടെ മനസ്സിനകത്ത് ഉണ്ടാവാം. ഈ ഒരു സെപ്പറേഷൻ ഫേസിലായിരിക്കും അവർ കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ടുള്ളത്. അതൊരിക്കലും മറക്കാനാവാത്ത രീതിയിൽ അവർ പല കാര്യങ്ങളും ഈ റിലേഷൻഷിപ്പിൽ നിന്ന് പഠിച്ചിരിക്കുന്നു എന്നുള്ളതാണ് അവിടെ നമുക്ക് കാണാൻ കഴിയുന്നത്. ഇതാണ് നമ്മളുടെ ഇന്നത്തെ റീഡിംഗ് ആയിട്ട് വന്നിട്ടുള്ളത്. അപ്പോൾ തീർച്ചയായും നിങ്ങളുമായിട്ട് റെസനേറ്റ് ആവുന്ന കാര്യങ്ങൾ കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഈ ഒരു നോ കോൺടാക്റ്റ് പീരീഡ് മാറി ഒരു സ്ട്രോങ് ബോണ്ടിങ്ങിലേക്ക്, സ്ട്രോങ് റീകൺസിലേഷനിലേക്ക് വരുന്നതിനായിട്ട് നിങ്ങൾ യൂണിവേഴ്സിനോട് ക്ലെയിം ചെയ്യുക. അപ്പോൾ ഇന്നത്തെ നമ്മളുടെ റീഡിംഗ് ഇത്രയേ ഉള്ളൂ. നാളെ മറ്റൊരു റീഡിങ്ങുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.